സൈഡിൽ കൂടി അല്ലാതെ ഒരു മരത്തിന് ചുറ്റും വെക്കാൻ പറ്റിയല്ലോ. ഞാൻ ഈ യൂട്യൂബിൽ കൂടിയൊക്കെ കണ്ടിരിക്കുന്ന ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെയാണ് ഏണി. ഇങ്ങനെ പിന്നെ ഏണിയല്ല, ഇങ്ങനെ വള്ളി ഇട്ട് കെട്ടി 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 അതെന്നിട്ട് വലിച്ച് അകത്തോട്ട് കയറ്റി വെക്കും. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷിക്ക് കാവലിരിക്കുന്ന അപ്പൊ ആന വരിക അല്ലെങ്കിൽ മൃഗങ്ങൾ വരുവാണെങ്കിൽ ഇവർക്ക് മേളിലേക്ക് കയറി കയറി പോകാൻ പറ്റും. അതുകൊണ്ട് വേഗം കിട്ടിയിട്ടുണ്ടാവും. ആന്റി ഇങ്ങോട്ട് നോക്കി. ആന്റി ഇവിടെ ഇവിടെ വയനാട്ടിൽ തന്നെയാണോ വീട്? എനിക്ക് സംസാരം കാരണം ഞങ്ങളുടെ അടുത്തൊരു മരത്തിൻ്റെ അടിവശം കാണാം, വേരിൻ്റെ അടിവശം വലിയ മരം മറിഞ്ഞു കിടക്കുക കുറുവാദ്വീപിൽ. ഞങ്ങളിപ്പോൾ കുറുവാദ്വീപിലെത്തി. ഇവിടെ നിന്ന് തിരിച്ച് നേരെ എറണാകുളത്തേക്കാണ്. വലിയ മരം മറിഞ്ഞു കിടക്കുക കുറുവാദ്വീപിൽ. കുറുവാദ്വീപിലെ കടയാണ്, ചെറിയ കടയാണ്. കുറേ സാധനങ്ങളുണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇവിടെ നിന്ന് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. കുറുവാദ്വീപിലെ പാഡിയാണ്, പാഡി. ഈ ചങ്ങാടത്തിലാണ് കുറുവാദ്വീപിലേക്ക് പോണത്. പക്ഷേ ഒരു ദിവസം 350-400 പേർക്ക് ടിക്കറ്റ് കൊടുക്കുള്ളൂ. പിന്നെ ചെറിയ ചങ്ങാടത്തിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളെ കൊണ്ടുപോകും അപ്പുറത്തേക്ക്. അവിടെ പോയി കുളിച്ച് തകർത്ത് തിരിച്ചു വരാം. വേറൊരു ചങ്ങാടം. ഭയങ്കര രസം ഇവിടെ. അടുത്ത് വരണം. ഇവിടുന്ന് ഇതിലൂടെയാണ് നമ്മൾ ഇറങ്ങി പറഞ്ഞത് ചങ്ങാടത്തേക്ക് കയറാം. ലൈഫ് ജാക്കറ്റൊക്കെ കിടക്കണുണ്ട്. പക്ഷേ 4 മണി വരെയാണ് ഇവിടെ ടൈം കൊടുത്തേക്കണത്. പക്ഷേ ടിക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല. കാരണം 350 പേർക്ക് മിനിമം ടിക്കറ്റ് കൊടുക്കുന്നുള്ളവർ ഒരു ദിവസം. ഇതുപോലെ റോപ്പിൽ പിടിച്ചാണ് ചങ്ങാടം ഓടിക്കണത്. ചങ്ങാടം ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വലിച്ച് ആ റോപ്പിൽ പിടിച്ച് വലിച്ചാണ് പോകുന്നത്. ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടി. ഇപ്പോൾ അവർ കയറി പോകാനുള്ള തയ്യാറെടുപ്പിൽ. ഒരാൾ ജാക്കറ്റില്ലാണ്ട് വഞ്ചി കയറി ഞങ്ങളെ ഇങ്ങോട്ട് നോക്കണേ കയറി കഴിഞ്ഞിട്ട്. ഓക്കെ, യെസ്, ബൈ ബൈ, സീ യു. പോയിക്കോ പോയിക്കോ. ബൈ ബൈ ആൻറ്റി. ഓക്കെ ഓക്കെ ഞങ്ങളെ പോയിട്ടോ. ഞാൻ വണ്ടി ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങട്ടെ. ഓക്കെ ബൈ ബൈ.